ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ സെഷനിൽ രണ്ട് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിബ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റ്. സിമ്പിളാണ് കേട്ടോ. ഗിബ് ആൻഡ് ക്വാർട്ടർ ജോയിൻ്റ് ഉണ്ട്. സെക്കൻഡ് എന്ന് വെച്ചാൽ നക്കിൾ ജോയിൻറ്റ്. ഈ രണ്ട് ജോയിൻറ്റിൻ്റെയും ഡിസൈൻ പഠിക്കാനുണ്ട്. വളരെ സിമ്പിളാണ്. നമുക്ക് ഈ ടോപ്പിക്ക് ഞാൻ ലാസ്റ്റത്തേക്ക് മാറ്റി വെക്കാൻ കാരണം എന്ന് പറഞ്ഞത് സിമ്പിളായിട്ട് വിത്തിൻ ഒരു 1 hour തീരും എന്നുള്ളത് കൊണ്ടാണ് ഈ ടോപ്പിക്ക് ലാസ്റ്റത്തേക്ക് മാറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് പേജ് നമ്പർ 65 എടുക്കുക. ഡേറ്റാ ബുക്കിനകത്ത് പേജ് നമ്പർ 65 എടുക്കുക. ഡേറ്റാ ബുക്കിലെ പേജ് നമ്പർ 65 എടുത്തോ. ആ പേജ് നമ്പർ 55 എടുത്തിട്ട് അവിടെയാണ് കൊടുത്തിട്ട് ക്വാർട്ടർ ജോയിൻ്റ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നുണ്ടോ? ക്വാർട്ടർ ജോയിൻ്റ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്യണേ. കുറച്ച് പേരുള്ളെങ്കിൽ റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ, ക്വാർട്ടർ ജോയിൻ്റ് കൊടുത്തിരിക്കുന്ന ആ ഫോമുലാസാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പേജ് നമ്പർ 66 കൊടുത്തിട്ടുണ്ട് ക്വാർട്ടർ ജോയിൻ്റ് എന്താണെന്നുള്ളത്. പേജ് നമ്പർ 66 കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, പേജ് നമ്പർ 66 നോക്കിയേ. നമ്മൾ മറ്റേ ക്യാഡ് ഡ്രോയിങ്ങിനകത്ത് വരച്ചില്ലായിരുന്നോ? ഗിബ് ആൻഡ് ക്വാർട്ടർ ജോയിൻ്റ് ക്യാഡ് ഡ്രോയിങ്ങിനകത്ത് വരച്ചില്ലായിരുന്നോ? ഓക്കെ, വരച്ചായിരുന്നു. ഇത് ഏത് മൊഡ്യൂളാണ്? ഒരു സെക്കൻഡ്, ആരോ വന്നിട്ടുണ്ട്. ഇവിടെ ഇത് മൊഡ്യൂളിനകത്ത് നമ്മുടെ 4ാമത്തെ മൊഡ്യൂളാണ്. 4ാമത്തെ മൊഡ്യൂളിനകത്ത് 3 ടോപ്പിക്കാണ് ഉള്ളത്. ഒന്ന് റിവറ്റഡ് ജോയിൻറ്റ്സ്, പിന്നെ ക്വാർട്ടർ ജോയിൻറ്റ്, നക്കിൾ ജോയിൻറ്റ്, വെൽഡഡ് ജോയിൻറ്റ്സ്. വെൽഡഡ് ജോയിൻറ്റ്സ് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. ഈ സംഭവം ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. 1 മണിക്കൂർ കൊണ്ട് തീരുന്ന ടോപ്പിക്കേ ഉള്ളൂ. പിന്നെ റിവറ്റഡ് ജോയിൻറ്റ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിവറ്റഡ് ജോയിൻറ്റ് ഞാനിപ്പോൾ കണ്ടിന്യൂ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വളരെ കുറേ ആൾക്കാർ ആബ്സെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിനൊരു കണ്ടിന്യൂവേഷൻ കിട്ടത്തില്ല ഇന്ന് പഠിപ്പിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഒരു റിവിഷൻ മോഡിൽ അങ്ങ് പഠിപ്പിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇന്നൊരു ഫ്രഷ് ടോപ്പിക്ക് തീരട്ടെന്ന് വിചാരിച്ചാണ് ഈ ടോപ്പിക്ക് എടുത്ത്. 4ാമത്തെ മൊഡ്യൂളിനകത്ത് വരുന്ന ടോപ്പിക്കാണ് കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ റിബ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റ് ഗിബ് ആൻഡ് ക്വാർട്ടർ ജോയിൻ്റ് ആണ് ഡിസൈൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം നമ്മൾ പേജ് നമ്പർ 66 എടുക്കുക. ഗിബ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റിൻ്റെ ഫിഗർ ഒന്ന് കാണുക. നിങ്ങളെല്ലാവരും ഡേറ്റാ ബുക്ക് എടുത്തിട്ട് ഗിബ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റിൻ്റെ ഫിഗർ ഒന്ന് കാണുക. ഇത് എന്താണ് ഗിബ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റ് എന്താണെന്ന് ഒന്ന് കണ്ടു നോക്കുക. അതിനകത്തൊരു സോക്കറ്റ് ഉണ്ട്, ഒരു സ്പിഗോട്ട്, അതൊക്കെ നോക്കിക്കേ. എന്തൊക്കെ കാര്യങ്ങളുള്ളതെന്ന് നമുക്ക് നോക്കിയേ. കോളറുണ്ട്, അതിന് എന്തൊക്കെ ആ ഫിഗർ ഒന്ന് നോക്കിയേ. നിങ്ങളിത് ക്യാഡ് ഡ്രോയിങ്ങിനകത്ത് വരച്ചതാണ് അല്ലേ? ഒരു 2-3 അവർ എടുത്തിട്ട് ക്യാഡ് ഡ്രോയിങ്ങിനകത്ത് വരച്ചതാണ് ഗിബ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റ്. അപ്പോൾ ജസ്റ്റ് നോക്കുക. അതിനുശേഷം നമ്മൾ ഏതൊക്കെ ഫോമിൽ ഉപയോഗിക്കുന്നതിന് ഞാൻ ഓടിച്ചിട്ടൊന്ന് പറഞ്ഞുതരാം. നമ്മൾ ഡയറക്റ്റ് പ്രോബ്ലത്തിലോട്ടാണ് പോകുന്നത്. പേജ് നമ്പർ 65 കണ്ടോ? ഫസ്റ്റ് ഒരു ഹെഡിങ് കണ്ടോ? ഡിസൈൻ ക്വാർട്ടർ ജോയിൻ്റ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് കണ്ടോ? ക്വാർട്ടർ ജോയിൻ്റ് എന്ന് പറഞ്ഞ ഹെഡിങ് കണ്ടോ? ക്വാർട്ടർ ജോയിൻ്റ് എന്ന് പറയുന്ന ഹെഡിങ് കണ്ടോ പേജ് നമ്പർ 65 കണ്ടോ? അപ്പോൾ ക്വാർട്ടർ ജോയിൻ്റ് എന്ന ഹെഡിങ്ങിനകത്ത് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ കൊടുത്തേക്കുന്നത് ഡിസൈൻ ഓഫ് റോഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഡിസൈൻ ഓഫ് റോഡ്. അപ്പോൾ അതിനകത്ത് കുറേ ഫോർമുലയുണ്ട്. ടിയറിങ് റെസിസ്റ്റൻസ് ഓഫ് റോഡ് നമുക്ക് വേണ്ടതാണ് കേട്ടോ. ടിയറിങ് റെസിസ്റ്റൻസ് ഓഫ് റോഡ് നമുക്ക് വേണ്ടതാണ്. 2ാമത്തെ ഫോമുല എന്തുവാ? അതൊക്കെ നോക്കി വെച്ചാൽ മതി, ഞാൻ പറയാം ആവശ്യമില്ല. 2ാമത്തെ ഫോമുല എന്തുവാണ്? ക്രഷിങ് റെസിസ്റ്റൻസ് ഓഫ് ദി ക്വാർട്ടർ ആൻഡ് റോഡ് ഉണ്ട്, വേണ്ടതാണ്. പിന്നെ ടിയറിങ് റെസിസ്റ്റൻസ് ഓഫ് ഹോള് അത് വേണ്ടതാണ്. പിന്നെ അടുത്തത് കംപ്രഷൻ റെസിസ്റ്റൻസ് ഓഫ് ദി കോളർ അത് വേണ്ടതാണ്. അങ്ങനെ വേണ്ട താഴോട്ടുള്ള എല്ലാ ഫോമുലേഴ്സും വേണ്ടതാണ്. പിന്നെ അടുത്ത പേജ് നമ്പർ 66 നോക്കിയേ. പേജ് നമ്പർ 66 നോക്കിയേ. അതിനകത്തൊരു ടേബിളിനകത്ത് കുറച്ച് ഡേറ്റ കൊടുത്തേക്കുന്നുണ്ടോ? അതർ പാരാമീറ്റർ കുറച്ച് പാരാമീറ്റർ എന്ന് പറഞ്ഞ് കുറേ ഡേറ്റ കൊടുത്തേക്കുന്നുണ്ടോ ടേബിളിനകത്ത്?
ടേബിളിനകത്ത് കൊടുത്തേക്കുന്ന ഡേറ്റ ഉണ്ട്. ഡയമീറ്റർ ഓഫ് റോഡ് D1, തിക്നെസ് ഓഫ് ക്വാർട്ടർ T, വിഡ്ത്ത് ഓഫ് ക്വാർട്ടർ B, അങ്ങനെ കൊടുത്ത് കുറേ അപ്പോൾ ആ ടേബിൾ മൊത്തം വേണ്ടതാണ്. പിന്നെ തൊട്ടടുത്ത പേജ് നമ്പർ 67 നോക്കി, അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഡിസൈൻ ഓഫ് സോക്കറ്റ്. കണ്ടോ, സോക്കറ്റ് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ ഫോമിലും നമുക്ക് വേണ്ടതാണ്. 1, 2, 3, 4, 5 ഫോമിൽ കൊടുത്തിട്ടുണ്ട്. 5 ഫോമിൽ നമുക്ക് ആവശ്യമുള്ളതാണ്. കണ്ടോ, ജസ്റ്റ് നോക്കി വെക്കുക, പ്രോബ്ലം വരുമ്പോഴത്തേനും നമുക്ക് ചെയ്യാം. അപ്പോൾ ഡിസൈൻ ഓഫ് സോക്കറ്റ് ഇപ്പോൾ 1, 2, 3, 4, 5 ഫോമിലുണ്ട്. ആ 5 ഫോമിൽ നമുക്ക് വേണ്ടതാണ്. കണ്ടോ, നോക്കി വെച്ചാൽ മതി. ഡിസൈൻ ഓഫ് സോക്കറ്റ് പേജ് നമ്പർ 67 ഫോമുലാസ് കണ്ടോ? ഓക്കെ, കണ്ടല്ലോ. കണ്ടേ? ഓക്കെ. പിന്നെ അടുത്ത ക്വാർട്ടർ ഉണ്ട്. 3 പാർട്ടാണ് ഗിബ് ആൻഡ് ക്വാർട്ടർ. ഒരു സോക്കറ്റ്, ഒരു എന്താ റോഡുണ്ട്, പിന്നെ ഒരു സോക്കറ്റ് ഉണ്ട്, പിന്നെന്തുവാ അതിന് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ക്വാർട്ടർ ഉണ്ട്. ആ ക്വാർട്ടറിൻ്റെ ഡിസൈന് വേണ്ടിയിട്ടുള്ള ഫോമുല 2 ഫോമുലുണ്ട്. ആ 2 ഫോമുല നമുക്ക് ആവശ്യമുണ്ട്. കണ്ടോ, ഇത്രയും ഫോർമുലാസാണ് നമ്മൾ ഗിബ് ആൻഡ് ക്വാർട്ടർ ജോയിൻസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ഫോമുല നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. അപ്പം നിങ്ങൾക്കൊരു സംശയം വരും, എന്തൊക്കെയാണ് ടേംസ്. പേജ് നമ്പർ 66 ടേംസ് കൊടുത്തിട്ടുണ്ട്. സിഗ്മ സി എന്ന് പറയുന്നത് അലോബിൾ ക്രഷിംഗ് സ്ട്രെസ്സാണ്. സിഗ്മ സി എന്താണ് അവിടെ കൊടുത്തിട്ടുണ്ട്? സിഗ്മ സി അലോബിൾ ക്രഷിംഗ് സ്ട്രെസ്സാണ്, അതായത് കംപ്രഷനാണ് കേട്ടോ. സിഗ്മ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രഷിങ് അല്ലെങ്കിൽ കംപ്രഷനാണ്. സിഗ്മ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻഡിങ് ആണ്. അവ കൊടുത്തിട്ടുണ്ട്, കാണാമോ? പേജ് നമ്പർ 66 നോക്കിയാൽ മതി. സിഗ്മ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻഡിങ് ആണ്. 9:30 ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ 10 മണിക്ക് വരും. എന്താ ചെയ്യുക? ജസ്റ്റിൻ ജോസ്. ഓക്കെ, ജസ്റ്റിൻ ജോസ് ഞങ്ങൾ കുറച്ച് തുടങ്ങി. നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, സിഗ്മ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രഷനാണ് അല്ലെങ്കിൽ ക്രഷിംഗ് ആണ്. സിഗ്മ ബി എന്താണ്? പേജ് നമ്പർ 66 ആണ്. പേജ് നമ്പർ 66 എടുക്കുക. സിഗ്മ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻഡിങ് ആണ്. പിന്നെന്തുവാ? സിഗ്മ ടി എന്ന് കൊടുത്തത് എന്താണ്? ടെൻസൈലാണ് കേട്ടോ. പിന്നെ ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അലോബിൾ ഷിയർ ആണ്. ടോഡാഷ് പുതിയൊരു സാധനമുണ്ട്. ഷിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിയർ സ്ട്രെസ് പാരലൽ വിത്ത് ഫൈബർ. അങ്ങനെ ക്വസ്റ്റ്യന് നമുക്ക് പ്രത്യേകം തരും. സാധാരണ കേസിൽ ടോയും ടോഡാഷും ഈക്വലായിട്ടാണ് എടുക്കുന്നത്. സാധാരണ കേസിൽ ടോയും ടോഡാഷും ഈക്വലായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും ടേംസ് മനസ്സിലായല്ലോ. ഈ ടേംസ് ഒന്നും ബൈഹേർട്ട് ചെയ്യേണ്ട, എല്ലാം ഡേറ്റ ബുക്കിനകത്ത് ഡയറക്റ്റ് കിടപ്പുണ്ട്. ക്ലിയർ ആയോ? 3 പാർട്ടാണ് ഗിബ് ആൻഡ് ക്വാർട്ടർ ജോയിൻസിനകത്തുള്ളത്. പേജ് നമ്പർ 65 എന്താണ്? 65 നമുക്ക് ഡിസൈൻ ഓഫ് റോഡുണ്ട്. ആ എല്ലാ ഫോമിലും ആവശ്യമുള്ളതാണ്. അത് കഴിഞ്ഞ് പേജ് നമ്പർ 66 കുറേ അതർ പാരാമീറ്റർ എന്ന് പറയുന്ന കമ്പോളുണ്ട്. ആ ഫുൾ ഫോമിൽ നമുക്ക് ആവശ്യമുള്ളതാണ്. അതിനുശേഷം പേജ് നമ്പർ 67 ഡിസൈൻ ഓഫ് സോക്കറ്റ് ഉണ്ട്. ആ ഫുൾ ഫോമില വേണം. പിന്നെ അതുപോലെ തന്നെ ഡിസൈൻ ഓഫ് ക്വാർട്ടർ. ഇത്രയും ഫോർമുല ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ് വരുന്നത്. ഇത്രയും ഫോർമുല നിങ്ങൾ കണ്ട് ഒരു വട്ടം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സെഷനിലോട്ട് പോകാം. ഓക്കെ, എന്തായാലും നമുക്ക് പ്രോബ്ലം പറയാം. ക്ലിയർ ആയോ? ക്ലാസ്സിൽ നേരത്തെ വന്നവർക്കെല്ലാം ക്ലിയർ ആയി കാണും. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇപ്പോൾ ക്വസ്റ്റ്യൻ പറയാം. Design a quarter joint. Design a quarter joint to carry an axial load (12 kilonewton) allowable stress in tension and bending is equal to 40 megapascal. Allowable stress in crushing 80 megapascal. Allowable stress in shear 32 megapascal.
sketch the two views of joint, show maximum dimensions. ഇതാണ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ക്വസ്റ്റ്യൻ എഴുതിക്കാനായിട്ട് പറയുക. ക്വസ്റ്റ്യൻ വായിക്കണമെങ്കിൽ വായിച്ചു തരാം. ഡിസൈൻ എ quarter joint to carry an axial load of 12 kilonewton. Allowable stress in tension and bending is 40 megapascal. Allowable stress in crushing 80 megapascal. Allowable stress in shear 32 megapascal. Sketch the two views of a joint. Show the maximum dimensions. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ കേട്ടോ. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു അസറ്റാണ്. കാരണം ഒരു ട്വിസ്റ്റും എടുത്തില്ല ഈ ക്വസ്റ്റ്യനകത്തുനിന്ന്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഡേറ്റാ ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഫോർമുലാസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ് ഈ പ്രോബ്ലംസൊക്കെ. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞ് എനിക്ക് പറയാം കേട്ടോ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഹലോ, അത് പോയോ എല്ലാവരും? ഓക്കെ. ഈ ലാസ്റ്റ് പഠിപ്പിക്കാൻ വെച്ചേക്കുന്ന ടോപ്പിക്കാകുമ്പോൾ എനിക്ക് അറിയാം ആരും കയറത്തുള്ളത്. പക്ഷേ ഇത് ഏറ്റവും സിമ്പിളാണ്. ഇത്രയും നാൾ നിങ്ങൾ പഠിച്ചതിനെക്കാട്ടിലും ഏറ്റവും സിമ്പിൾ ടോപ്പിക്കാണ്. പക്ഷേ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ മാർക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ക്ലാസ് വരാത്ത ആൾക്കാരോട് പറയുക, ഞാനിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങളിത് അവർ പഠിക്കുന്ന സമയത്ത്, പഠിക്കാൻ ഇൻട്രസ്റ്റ് തോന്നുന്ന സമയത്ത് ഇത് കയറി കാണാൻ പറയുക. നിങ്ങൾ പറയുക ഇത് എളുപ്പമാണ്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാർക്ക് കിട്ടും എന്നുള്ള രീതി അവരോട് പറയുക. അവരും പഠിക്കട്ടെ. ഇത്രയും നാൾ ഞാൻ പഠിപ്പിച്ചതെന്ന് വെച്ചാൽ ഏറ്റവും ടഫായിട്ടുള്ള പോർഷൻസ് ആയിരുന്നു ഇത്ര നാൾ പഠിപ്പിച്ചത്. അപ്പോൾ ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് എനിക്ക് ഞാൻ വിചാരിച്ച് പെട്ടെന്ന് തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ലാസ്റ്റ് മൊമെൻറ്റത്തേക്ക് മാറ്റി വെച്ചത്. ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? ഇത്ര സമയം വേണോ? എഴുതി കഴിഞ്ഞെങ്കിൽ പറയാം. ഹലോ, ആ പറഞ്ഞോ. കഴിഞ്ഞോടാ? എന്താ പറ്റി? ഓക്കെ, ശരി. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നിരിക്കുന്ന ഡേറ്റയിൽ എടുത്ത് എഴുതുക. തന്നിരിക്കുന്ന ഡേറ്റ എൻ്റെ കൂടെ തന്നെ ചെയ്തു പോണേ. തന്നിരിക്കുന്ന ഡേറ്റയിൽ എടുത്ത് എഴുതുക. തന്നിരിക്കുന്ന ആക്സിയൽ ഫോഴ്സ് P = 12 × 10⁻³ ന്യൂട്ടൺ ആണല്ലോ. പിന്നെ അടുത്ത് തന്നേക്കുന്നത് ടെൻസൈൽ ഫോഴ്സിൻ്റെ സിമ്പിൾ എന്താണ്? ഡേറ്റ ബുക്കിൽ കൊടുത്തേക്കുന്നത് ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ സിമ്പിൾ എന്താണ്? സിഗ്മ. പേജ് നമ്പർ 66 നോക്കുക. ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ സിമ്പിൾ എന്തുവാ? സിഗ്മ ടി = എത്രയാണ്? സിഗ്മ ടി = 40 MPa. ബെൻഡിങ്ങോ? സിഗ്മ ബി. ബെൻഡിങ് എത്ര? ബെൻഡിങ്ങും 40 MPa തന്നെയാണ്. പിന്നെ അടുത്ത എന്തുവാ? ക്രഷിങ്ങിൻ്റെ സിമ്പിൾ എന്തുവാ? ക്രഷിങ് സിമ്പിൾ എന്തുവാ? സിഗ്മ സി = എത്രയാണ് തന്നേക്കുന്നത്? 80 MPa. കണ്ടോ? പിന്നെന്ത് വന്നേക്കുന്നത്? ഷിയർ എന്ന് പറയുമ്പോൾ 2 ഷിയർ ഉണ്ട്. പ്രത്യേകിച്ച് എടുത്തു തരാത്തതുകൊണ്ട് ടോയും ടോ ഡാഷിൻ്റെ വാല്യൂ എത്രയാണ് എടുക്കുക? 32 MPa തന്നെ എടുക്കുക ആണല്ലോ. അപ്പോൾ നമ്മൾ
ഡേറ്റ ബുക്കിൽ നമ്മൾ പറയുന്നത് ആദ്യത്തെ ഫോമുല ഏത് ഫോമുല എടുക്കേണ്ടത്? നമ്മൾ ആദ്യം നമുക്ക് ഡേറ്റ ബുക്ക് നോക്കിക്കേ. ഫസ്റ്റ് നമ്മൾ ഹെഡിങ് എഴുതുക. എന്തുവാ? ഡിസൈൻ ഓഫ് റോഡ് ഉണ്ടോ? ഡിസൈൻ ഓഫ് റോഡ് എന്ന് ഹെഡിങ് എഴുതുക. ഡിസൈൻ ഓഫ് റോഡിനകത്ത് ആദ്യത്തെ ഫോമുല എന്താണ്? ടിയറിങ് റെസിസ്റ്റൻസ് ഓഫ് ദി സോളിഡ്. എന്തൊക്കെ അത് ആ ഫോമുല കണ്ടോ? ടിയറിങ് റെസിസ്റ്റൻസ് ഓഫ് സോളിഡ് റോഡ്. ആ ഫസ്റ്റ് ഫോമുല. ആ ഫോമുല എന്താ പറയുന്നത്? പി ഇസിക്കൽ ടു π/4 d² ഇൻറ്റു സിഗ്മ ടി ആണ്. ആണല്ലോ. ഇവിടെ പിയുടെ വാല്യൂ അറിയാം, സിഗ്മ ടിയുടെ വാല്യൂ അറിയാം. നമുക്ക് എന്ത് കിട്ടും? ഡയമീറ്റർ കിട്ടും. അപ്പോൾ ഡയമീറ്റർ കിട്ടും. ഡയമീറ്റർ കണ്ടുപിടിച്ചേ. ഫസ്റ്റ് ഫോമുലാണ് കേട്ടോ. ഫസ്റ്റ് ഫോമുല ഡേറ്റ ബുക്കിൽ ഡിസൈൻ പേജ് നമ്പർ 65 ഡിസൈൻ ക്വാർട്ടർ ജോയിൻറ്റിനകത്ത് ഫസ്റ്റ് ഫോമുല 4.16A എന്ന് പറയുന്ന ഫോർമുലയാണ് കേട്ടോ. ഡയമീറ്റർ കണ്ടുപിടിക്കണേ. പിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, സിഗ്മ ടിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അവിടുത്തെ ഡയമീറ്റർ ഓഫ് സോളിഡ് റോഡ് എന്ന് പറയുന്നത് കിട്ടും. കിട്ടിയ ഡയമീറ്റർ കിട്ടിയെങ്കിൽ പറയണേ. നമ്മൾ എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് എക്സ്ട്രാ സമയം കണ്ടെത്തി വരിക. അപ്പോൾ അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം. മനസ്സിലായില്ലേ? അപ്പോൾ കുറേ പേര് വന്നില്ല, അപ്പോൾ അവർക്ക് എന്തായാലും ഇത് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ വന്നവർ ഈ സാധനം പഠിച്ചെടുക്കുക. ഇപ്പോൾ ഡയമീറ്റർ കിട്ടുന്ന എടുക്കുന്ന റൗണ്ട് സ്റ്റാൻഡേർഡൈസ് 20 ചെയ്താണല്ലോ. 20 അല്ലേ സ്റ്റാൻഡേർഡൈസ് നമുക്ക് കിട്ടുന്നത്? അത് ഷാഫ്റ്റിന്റെ വെച്ചാണോ സ്റ്റാൻഡേർഡൈസ്? അതോ നിയറസ്റ്റ് വോൾ നമ്പർ അങ്ങ് എടുക്കുവാന്നുള്ളൂ? ഷാഫ്റ്റിന്റെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുമ്പോൾ 20 ആണോ കിട്ടുന്നത്? നോക്കിക്കേ. അതെ സാർ. ആണോ? അപ്പോൾ 20 എടുക്കുക. ഷാഫ്റ്റ് റോഡല്ലേ, റോഡ് നമുക്ക് ഷാഫ്റ്റായിട്ട് കൺസിഡർ ചെയ്യാം. രണ്ട് ഷാഫ്റ്റ് തമ്മിൽ കണക്ട് ചെയ്യാനാണ് ഇതുള്ളത് കേട്ടോ. ഗിബ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? രണ്ട് ഷാഫ്റ്റ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ? അപ്പോൾ അടുത്തത് ഈ ഒരു ഡയമീറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കുന്നത്. മനസ്സിലായല്ലേ? അപ്പോൾ ഈ ഒരു സ്മോൾ ഡി എന്താണെന്ന് ആ ഫിഗറിനകത്ത് നോക്കി ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തേ. ആ പേജ് നമ്പർ 66 ഫിഗർ നോക്കിയിട്ട് ഈ സ്മോൾ ഡി ഏത് ഡയമെൻഷൻ ആണെന്നിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഡയമീറ്റർ ഓഫ് സോളിഡ് റോഡ്. ഡയമീറ്റർ ഓഫ് സോളിഡ് റോഡ്. ഇനി ഈ സ്മോൾ ഡീനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാ മെഷർമെൻറ്റ്സ് കണ്ടുപിടിക്കേണ്ടത്. അതിനുള്ള എംപിറിക്കൽ ഫോർമുലാസ് പേജ് നമ്പർ 66 ടേബിൾ കൊടുത്തിട്ടുണ്ട്. നോക്കി. അപ്പോൾ ഓരോന്ന് കണ്ടുപിടിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ ഡയമീറ്റർ ഓഫ് റോഡ് ഉണ്ട്. ആ ടേബിൾ നോക്കി. പേജ് നമ്പർ 66 ടേബിൾ നോക്കുന്നത്. അത് കുറേ ഡയമെൻഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് മൊത്തം കണ്ടുപിടിക്കണം. ആദ്യത്തെ കൊടുത്തേക്കുന്ന ഡയമീറ്റർ ഓഫ് റോഡ് ഉണ്ട്. അത് D1 = 1.2 ടൈംസ് D. അടുത്ത തിക്നെസ് ഓഫ് ക്വാർട്ടർ അതർ പാരാമീറ്റേഴ്സിനകത്തല്ലേ? അതെ. അതായത് പേജ് നമ്പർ 66.
ഓക്കെ സാർ. പേജ് നമ്പർ 60 കുറേ പാരാമീറ്റർ കൊടുപ്പുണ്ട്. D1 ഉണ്ട്, ടി ഉണ്ട്, പിന്നെ ബി ഈസിക്കൽ ടു ബി ഉണ്ട്, പിന്നെ ക്യാപിറ്റൽ ഡി ഉണ്ട്, പിന്നെ ക്യാപിറ്റൽ D1 ഉണ്ട്, പിന്നെ സ്മോൾ D2 ഉണ്ട്, L1 ഉണ്ട്, ലെങ്ത് ഉണ്ട്. ലെങ്ത് നമുക്ക് എല്ലായിട്ട് എടുക്കാം. L ഉണ്ട്. ഏതാ? ഡയമീറ്റർ ഒക്കെ മില്ലിമീറ്ററിലല്ലേ? അതെ അതെ. പിന്നെ അതിനകത്ത് T1 ഉണ്ട്, T2 ഉണ്ട്, C ഉണ്ട്. ഇന്ന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഇത് എന്താണെന്നുള്ളതെല്ലാം ഈ ഓരോ ലെറ്ററിങ് എന്താണെന്നുള്ളത് ഡേറ്റാ ബുക്കിൽ തന്നെ കിടപ്പുണ്ട്. പേജ് നമ്പർ 66 ആ ടേബിൾ കിടപ്പുണ്ട്. അപ്പോൾ ഇത്രയും പാരാമീറ്റേഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കുക. അതാണ് നിങ്ങളുടെ അടുത്ത ജോലി. ഈ എല്ലാ പാരാമീറ്റേഴ്സും കണ്ടുപിടിക്കുന്നത് ഈ സ്മോൾ ഡീനെ ബേസ് ചെയ്തിട്ടാണ്. ഈ എല്ലാ D1 T B D D1 D2 L T1 T2 C എല്ലാം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നൊരു ചോദ്യം വേണ്ട. ഇതൊക്കെ എന്താണെന്നുള്ളത് ഡേറ്റാ ബുക്കിനകത്ത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ അത് കൊടുത്തേക്കുന്നത്? കണ്ടു സാർ. അപ്പോൾ അതെല്ലാം കണ്ടുപിടിച്ചിട്ടൊന്ന് പറഞ്ഞേ. ഡി വേണം. ഡി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. പിന്നെ അടുത്ത D1 കണ്ടുപിടിക്കണം, അടുത്ത ടി കണ്ടുപിടിക്കണം, പിന്നെ ക്യാപിറ്റൽ ബി ഈക്വൽ ടു സ്മോൾ ബി കണ്ടുപിടിക്കണം. അതിനുശേഷം ക്യാപിറ്റൽ ഡി കണ്ടുപിടിക്കണം. അതിനുശേഷം ക്യാപിറ്റൽ D1 കണ്ടുപിടിക്കണം. പിന്നെന്താണ്? പിന്നെ D2 കണ്ടുപിടിക്കണം. L1ഉം Lഉം കണ്ടുപിടിക്കണം. ഓക്കെ. L1ൻ്റെ ഫോർമുല 0.75 ഡിയും Lൻ്റെ ഫോർമുല 1.25 ഡി, രണ്ടും കണ്ടുപിടിക്കുക. അതിനുശേഷം T1 കണ്ടുപിടിക്കുക, T2 കണ്ടുപിടിക്കുക, അതിനുശേഷം ക്ലിയറൻസ് സിയും കണ്ടുപിടിക്കുക. ഇത്രയും പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കണം. സാറേ 1.75 D to 2D എന്ന് പറയുന്നത് അതിന്റെ ആവറേജ് എടുത്ത് ചെയ്യണോ അതോ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ചെയ്താൽ മതിയോ? നമുക്ക് മാക്സിമം ഡയമീറ്റർ എടുത്തോ. 2 ചെയ്യാല്ലേ സാർ? ആ
ഡിയുടെ വാല്യൂ നമ്മൾ 20 എടുത്ത് D1ൻ്റെ വാല്യൂ കിട്ടിയത് നമുക്ക് 26 ആണ്. ടീൻ്റെ വാല്യൂ 8 ആണ്. ഇത് 40 വരും. ക്യാപിറ്റൽ ഡി 52 വരും. D1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 വരും. D2 സ്മോൾ D2 30. L1 എന്ന് പറയുമ്പോഴത്തേന് 15. L എന്ന് വെച്ച് കഴിഞ്ഞാൽ 25. T1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 10. T2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 10. പിന്നെ സി എത്ര വരും? 3 മില്യൺ. ഇത്രയും കിട്ടിയോ? ഇത്ര കിട്ടിയെങ്കിൽ പറയാം, നമുക്ക് ബാക്കി ചെയ്യാം. സി ചെക്ക് ചെയ്യാൻ പോകും. നോക്കി, അപ്പോൾ റോഡിൻ്റെ സെക്കൻഡ് ഫോമിൽ എന്തോ കൊടുത്തേക്കുന്നത്? പി ഈസിക്കൽ ടു എന്താണ്? എന്തുവാ? D1T സിഗ്മ C. D1T സിഗ്മ സി. ഇതിനകത്തുനിന്ന് പിയുടെ വാല്യൂ നമുക്കറിയാം. D1ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ടിയിലെ വാല്യൂ കണ്ടുപിടിച്ചു. ഇവിടുന്ന് സിഗ്മ സി കണ്ടുപിടിക്കുക. ഈ സിഗ്മ സി നമുക്ക് തന്നിരിക്കുന്ന സിഗ്മ സിയെക്കാട്ടിൽ കുറവാണോ നോക്കുക. കുറവാണെങ്കിൽ എന്താണ്? സേഫാണ്. മനസ്സിലായോ പറഞ്ഞേ? മനസ്സിലായോ? അപ്പോൾ ആ ഓരോന്നും ചെക്ക് ചെയ്യണം. അങ്ങനെ അപ്പോൾ ഇത് ആദ്യമേ ഇത് ചെക്ക് ചെയ്യണം. ചെക്ക് ഫോർ റോഡെന്ന് എഴുതുക. അതിനുശേഷം നിങ്ങൾ ആ ഡേറ്റ ബുക്ക് തന്നിരിക്കുന്ന ഫോമിൽ എന്താണോ അതുപോലെ തന്നെ എടുത്ത് എഴുതുക. എന്താണ്? റെസിസ്റ്റൻസ് ഓഫ് ക്വാർട്ടർ ആൻഡ് റോഡ് എൻഡ് ടു ക്രഷിങ് എന്ന് എഴുതിയിട്ട് ഈ ഫോമിൽ എഴുതുക. എന്നിട്ട് ആ ഫോമിലേക്കകത്തു നിന്ന് നമ്മൾ പി അറിയാം, D1 അറിയാം, ടി അറിയാം, സിഗ്മ സിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ആ സിഗ്മ സിയുടെ വാല്യൂ തന്നിരിക്കുന്ന വാല്യൂ ആയിട്ട് ചെക്ക് ചെയ്യുക. അതിനെക്കാട്ടിലും കുറവാണെങ്കിൽ സേഫാണ്. കണ്ടുപിടിച്ചേ. പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾ ഡയറക്റ്റ് ഫോമുല സബ്സ്റ്റിറ്റ്യൂഷനാണ്. ആ ഒന്നാമത്തെ ഫോമുല നമ്മൾ ഉപയോഗിച്ച് രണ്ടാമത്തെ ഫോമുലയാണ് കിടക്കുന്നത്. റെസിസ്റ്റൻസ് ഓഫ് കോളർ ആൻഡ് റോഡ് എൻഡ് ടു ക്രഷിങ്. അത് ഫോമുല പി ഈസിക്കൽ ടു D1T സിഗ്മ സി എന്ന് പറഞ്ഞ ഫോമുല. പീൻ്റെ നമുക്കറിയാം. D1 നമ്മൾ കണ്ടുപിടിച്ചു, ടിയും കണ്ടുപിടിച്ചു. ഈ സാധനങ്ങൾ നമ്മൾ അത് ഇട്ട് കൊടുക്കുമ്പോൾ സിഗ്മ സിയുടെ വാല്യൂ കിട്ടും. അത് ലെസ് ദാൻ എത്ര ആയിരിക്കണം? 80 മെഗാപാസ്കൽ ആയിരിക്കണം. ആണെങ്കിൽ സേഫാണ്. സാറേ 76.80 76.80 ആണോ വരുന്നത്? അതെ സർ. അതെ സർ. അതെ സർ. 6.8. D1ൻ്റെ വാല്യൂ 26 കൊടുക്കുന്നത്. ടിയുടെ വാല്യൂ എത്ര കൊടുത്തിരിക്കുന്നത്? ടിയുടെ വാല്യൂ എത്ര കൊടുത്തേ? സാറേ D1ൻ്റെ വാല്യൂ 25, ടിയുടെ വാല്യൂ 6.25. ആ സർ 25 6.25. ഓക്കെ, ഒരു സാർ സെക്കൻഡ്. താഴെയാ സാറേ. 76.8 അല്ലേ? 80യേക്കാളും താഴെയല്ലേ? ഈ ടിയുടെ വാല്യൂ നമ്മൾ ഇവിടുന്ന് എടുത്തേ. ആ ഓക്കെ, ടിയുടെ വാല്യൂ 6.5 അല്ലേ? ഓക്കെ 25. ആ ഓക്കെ 6.25 സർ. ഓക്കെ, നമ്മളത് ചെക്ക് ചെയ്യുക. അപ്പോൾ സേഫാണല്ലോ. അതെ. ഓക്കെ, ഇനി അടുത്ത നമ്മൾ എന്തു വെച്ചാൽ അടുത്ത ഫോർമുല നോക്കി. തൊട്ടടുത്ത ഫോർമുല എന്തുവാ? P is equal to pi/4 D1 square minus D1T into sigma T. അതെടുക്കുക. അപ്പോൾ ആ ഫോർമുല എന്താണെന്ന് എടുത്ത് എഴുതണം. ഫോർമുല എന്താണെന്നുള്ളത് ടിയറിങ് റെസിസ്റ്റൻസ് ഓഫ് റോഡ് എൻഡ് ത്രൂ ദ ക്വാർട്ടർ ഹോൾ. അപ്പോൾ അതിനകത്ത് നോക്കിയിട്ട് നമുക്ക് സിഗ്മ ടി ചെക്ക് ചെയ്യണം. അടുത്ത ആ ഫോർമുല P ഈസിക്കൽ ടു pi/4 D1 സ്ക്വയർ മൈനസ് D1T ഇൻറ്റു സിഗ്മ ടി. ആ ഫോർമുല എന്താണെന്നുള്ളത് നമ്മൾ റൈറ്റിങ്ങിൽ എടുത്ത് എഴുതണം കേട്ടോ. അതായത് എന്താണ് നമ്മൾ ടിയറിങ് റെസിസ്റ്റൻസ് ഓഫ് റോഡ് എൻഡ് ത്രൂ ദ ക്വാർട്ടർ ഹോൾ എന്ന് പറയുന്ന ഒരു റൈറ്റിംഗ് ഒക്കെ കൊടുത്തേക്കണം. ആ റൈറ്റിംഗ് എടുത്ത് എഴുതിയിട്ട് വേണം ആ ഫോർമുല എഴുതാൻ. ചുമ്മാ അത് എഴുതി വെക്കരുത്. ടിയറിങ് റെസിസ്റ്റൻസ് ഓഫ് റോഡ് എൻഡ് ത്രൂ ദ ക്വാർട്ടർ ഹോൾ എന്ന് പറയുന്ന ആ റൈറ്റിംഗ് എടുത്ത് എഴുതിയിട്ട് ആ ഫോർമുല എഴുതുക. P ഈസിക്കൽ ടു pi/4 D1 സ്ക്വയർ മൈനസ് D1
ടി ഇൻറ്റു സിഗ്മ ടി. ഇതിനകത്ത് പിയുടെ വാല്യൂ അറിയാം, D1ൻ്റെ വാല്യൂ അറിയാം, D1ൻ്റെ വാല്യൂ അറിയാം, ടിയുടെ വാല്യൂ അറിയാം, സിഗ്മ ടിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. അതായത് ഷുഡ് ബി ലെസ് ദാൻ സാറേ 35.86 ആണോ? ആ ഓക്കെ. അപ്പോൾ ലെസ് ദാൻ ആണല്ലോ. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഒരാൾ മാത്രം ആൻസർ പറഞ്ഞപ്പോൾ എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? നമ്മളൊന്നും ചെയ്യണ്ട, ഫോമുല അതേപോലെ ഒന്നൊന്നായിട്ട് അങ്ങ് എടുത്താൽ മതി. അവിടെ ഇവിടെ ഒന്നും കിടപ്പോ ഇല്ല, നമ്മൾ സാധാരണ കൂട്ട് കിടക്കുന്ന കൂട്ട് അവിടെ ഇവിടെ തപ്പണ്ട. നെക്സ്റ്റ് ഫോമുല എടുത്ത് ചെയ്താൽ മതി. കിട്ടിയോ അത്? ഇവിടെ സിഗ്മ ടി എത്ര കിട്ടി? 35.86. ഓൾമോസ്റ്റ് 35. ലെസ് ദാൻ 40 ആണല്ലോ. അപ്പോൾ എന്ത് പറയാം? സേഫ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ഫോർമുല എന്തുവാ? അടുത്ത ഫോർമുല എന്തുവാ? റെസിസ്റ്റൻസ് ഓഫ് കോളർ ഇൻ കംപ്രഷൻ അല്ലേ? റെസിസ്റ്റൻസ് ഓഫ് കോളർ ഇൻ കംപ്രഷൻ. അടുത്ത ഫോർമുല സുഗീത് റൂബിനൊക്കെ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ? ഹലോ സാറേ ഇപ്പൊ കട്ടായിപ്പോയി. അവസാനം പറഞ്ഞ ഫോർമുല എടാ നമ്മൾ ഈ ഫോർമുലയോ ഇതാണോ? അല്ല സാർ, അത് കഴിഞ്ഞ് പറഞ്ഞു. ഇതിപ്പോൾ പറയാൻ പോകുന്നതോ ഇതോ? റെസിസ്റ്റൻസ് ടു കോളർ ഇൻ കംപ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് തൊട്ടടുത്ത ഫോർമുല നമ്മളിപ്പോൾ ഒന്നാമത്തെ ഫോർമുല ഉപയോഗിച്ച്, രണ്ടാമത്തെ ഫോർമുല ഉപയോഗിച്ച്, മൂന്നാമത്തെ ഉപയോഗിച്ച്, അടുത്ത നാലാമത്തെ ഫോർമുല എന്തുവാ? പി ഇസിക്കൽ ടു എന്തുവാ? അതെ, ഡി സിഗ്മ സി. ഇതിനകത്ത് നിന്നിട്ട് സിഗ്മ സി ആ കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് വെച്ചിട്ട് സിഗ്മ സി ചെക്ക് ചെയ്യുക. മനസ്സിലായില്ലേ? D1 ഉണ്ട്, D2 ഉണ്ട്, P ഉണ്ട്, എല്ലാം ഇട്ട് കൊടുക്കുക. ഈ ഫോർമുല ഡിഫറെൻ്റ് ആണ്. ഒരു പ്രാവശ്യം സിഗ്മ സി ചെക്ക് ചെയ്തെങ്കിൽ പോലും പല പല ഫോർമുലാസ് ഉണ്ട്. അതിനകത്തുനിന്ന് എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെയും സിഗ്മ സി ഷുഡ് ബി ലെസ് ദാൻ എത്ര ആയിരിക്കണം? 80 ആയിരിക്കണം. ഞാൻ പറഞ്ഞു കൺഫ്യൂഷൻ വേണ്ട. ആ ഒരു ഡേറ്റാ ബുക്കിൽ കിടക്കുന്ന അതേ ഓർഡറിലുള്ള ഫോർമുലാസ് എല്ലാം എടുത്തിട്ട് നമ്മൾ എല്ലാ ഡയമെൻഷനും നമ്മൾ കണ്ടുപിടിച്ചു. D1, D2, T1, T2, L, ക്യാപിറ്റൽ D1 എല്ലാം കണ്ടുപിടിച്ചു. ആ സാധനം എല്ലാം നമ്മൾ ഇനി ഓരോ ഫോർമുല വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുക മാത്രം മതി. ഇനി അപ്പോൾ ചെക്ക് ചെയ്യുമ്പം നമ്മൾ കിടക്കുന്ന ഓർഡറിൽ ഇങ്ങനെ എടുത്തെടുത്ത് പോയാൽ മതി. അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് കോളർ ഇൻ കംപ്രഷൻ എന്ന് പറയുന്ന ഒരു ഫോർമുല ഉണ്ട്. അവിടെ ഈ ഫോർമുലയാണ്. ഡേറ്റാ ബുക്ക് പേജ് നമ്പർ 65 തന്നെയാണ് കേട്ടോ. ഇപ്പോൾ എടുത്ത് നോക്കുമ്പോഴത്തേന് P ഉണ്ട്, D1 ഉണ്ട്, D2 ഉണ്ട്, സിഗ്മ സി ആണ് അതിനകത്ത് കിടക്കുന്നത്. സിഗ്മ സി ചെക്ക് ചെയ്യുന്ന 80 മെഗാപാസ്കൽ കാട്ടിലും കുറവായിരിക്കണം. എത്ര കിട്ടി സിഗ്മ സിയുടെ വാല്യൂ അവിടെ നിന്ന്? എത്ര കിട്ടി? എത്ര സിഗ്മ സിയുടെ വാല്യൂ?
55.5 ആണ്. 85 വരുമോ? 55. ഓക്കെ, ലെസ് ദാൻ 80 ആണല്ലോ. ഓക്കെ അല്ലേ? ആ ഇനി അടുത്ത ഫോമിൽ എന്തുവാ? റെസിസ്റ്റൻസ് ഓഫ് ത്രസ്റ്റ് കോളർ ഓഫ് പുഷിയറി. റെസിസ്റ്റൻസ് ഓഫ് ത്രസ്റ്റ് കൊള്ള ഓഫ് ത്രസ്റ്റ്, അത് ആ ഫോമിൽ എടുത്ത് എഴുതുക. പി ഈസിക്കൽ ടു എന്തുവാ? പൈ D1 T1 ടോ. പി ഉണ്ട്, D1 ഉണ്ട്, T1 ഉണ്ട്. ഇതിനകത്ത് എന്ത് ചെക്ക് ചെയ്യുക? ടോ വാല്യൂ ചെക്ക് ചെയ്യുക. ടോയുടെ വാല്യൂ എത്ര ആയിരിക്കും? ലെസ് ദാൻ എത്ര ആയിരിക്കണം? 32 ആയിരിക്കണം. ചെക്ക് ചെയ്ത് ആ ഫോമിൽ അതേ ഓർഡറിൽ അങ്ങ് എടുത്ത് ചെയ്താൽ മതി, ഒരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിമ്പിളാണെന്ന് പറഞ്ഞത്. ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കുക. അനന്തു ലാൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട് സാർ. സാറേ 15.27 ആണോ? അതെ, ടോയുടെ വാല്യൂ ഓൾമോസ്റ്റ് 15 പോയിന്റ് കിട്ടും. ഡിസ് ലെസ് ദാൻ 32 ആണ്. ഉണ്ടോ? സിമ്പിളല്ലേ? ഇനി എന്തോ അടുത്ത ഫോമിൽ എന്തുവാ? ബെൻഡിങ് മൊമെൻറ്റിൻ്റെ അല്ലേ? ബെൻഡിങ് മൊമെൻറ്റിൻ്റെ കോളർ ടു റെസിസ്റ്റൻസ്, അത് തിക്നെസ് ഓഫ് കോളർ എന്ന് പറയുന്ന ഫോമില T1 ഇത് കൊടുത്തിട്ടുണ്ട്. T1 ഇസിക്കൽ ടു എന്തോ കൊടുത്തിട്ടുണ്ട്? 3/2 P ഇൻറ്റു D2 മൈനസ് D1 ഡിവൈഡ് ബൈ പൈ D1 സിഗ്മ B റേസ് ടു 1/2. ഉണ്ടോ? T1 അറിയാം, P അറിയാം, D2 അറിയാം, D1 അറിയാം. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സിഗ്മ ബി കണ്ടു. സിഗ്മ ബി ഷുഡ് ബി ലെസ് ദാൻ എത്ര ആയിരിക്കണം? 40. ഒന്ന് കണ്ടുപിടിച്ചേ. നിങ്ങൾ ആ ഡേറ്റ ബുക്കിൽ കിടക്കുന്ന അതേ ഫോർമുല അതേ ഓർഡറിൽ അങ്ങ് ചെയ്താൽ മതി, ഒരു വ്യത്യാസവും ഇല്ല. ജേക്കബ് ചെയ്യുന്നുണ്ടോ? കുറേ പേര് പോയില്ലേ? അജിത്ത്, അഭിജിത്ത്, ആദർശ്, ജേക്കബ്, സുഗീത്, റൂബിൻ പോയോ? സുഗീത് ചെയ്യുന്നുണ്ടോ? ഉണ്ട് സാർ. ഓക്കെ, ഉണ്ട് സാർ, ഉണ്ട്. നിങ്ങൾ കൺഫ്യൂഷൻ വേണ്ട. അത് ഇത് നമുക്ക് കിടക്കുന്ന അതേ ഓർഡറിൽ നമ്മളൊക്കെ ചെയ്ത് പോയാൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എംപിറിക്കൽ ഫോമുല യൂസ് ചെയ്തിട്ട് എല്ലാ ഡയമെൻഷൻസ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ ഡയമെൻഷൻസ് എല്ലാം നമ്മൾ ഈ താഴെ കിടക്കുന്ന ഫോമുല യൂസ് ചെയ്ത് ചെക്ക് ചെയ്ത് പോകുന്നു. അത്രയേ ഉള്ളൂ. സേഫ് ആണെങ്കിൽ മാത്രം ഓക്കെ, അല്ലെങ്കിൽ നോട്ട് ഓക്കെ. സിഗ്മ ബി എത്ര കിട്ടി? അത് ഇച്ചിരി സമയം എടുക്കും ചെയ്യാൻ. ചെയ്തിട്ട് പറ. അവർക്ക് കിട്ടുന്നുണ്ടോ? ഇനി അടുത്ത ഫോർമുല എന്തുവാ? നെക്സ്റ്റ് ഫോർമുല എന്തുവാ?
shearing resistance of rod. എടുത്തോ, ആ ഫോമുല എടുത്ത് ചെയ്തോ. പി ഇസിക്കൽ ടു 2d1 L1 ടോഡാഷ്. ടോഡാഷിൻ്റെ ഫോമുല വാല്യൂ എത്ര തന്നെ നമുക്ക് കമ്പയർ ചെയ്യേണ്ടത് 32 കമ്പയർ ചെയ്യേണ്ടത്. അപ്പം പി ഉണ്ട്, D1 ഉണ്ട്, L1 ഉണ്ട്. നമ്മൾ ടോഡാഷ് കണ്ടുപിടിക്കുക. ടോഡാഷിൻ്റെ ഷുഡ് ബി ലെസ് ദാൻ 32 ആയിരിക്കണം. ടോയും ടോഡാഷും സെയിം ആണ്. സെയിം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തരും. സാറേ 16 ആണോ ടോഡാഷ്? ആ അതെ. അപ്പോൾ ഒരു പാർട്ടിൻ്റെ ചെക്ക് കഴിഞ്ഞു, ഇനി അടുത്ത പാർട്ടിൻ്റെ വേണം. ഇത്രയും കിട്ടിയോ? ആ എല്ലാ ഫോമിലേക്കകത്തുള്ള എല്ലാ സ്ട്രെസ്സും ചെക്ക് ചെയ്യണം, അത്രയും മാത്രം ഓർത്താൽ മതി. അതിനകത്ത് എത്ര ഫോർമുലയുണ്ട്? 1 2 3 4. ആദ്യത്തെ ഫോമുല വെച്ചാൽ നമ്മൾ ഡയമീറ്റർ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഉള്ള 1 2 3 4 5 6 ഫോമുല യൂസ് ചെയ്ത് 6 ഫോമിലേക്കകത്തുള്ള ചെക്കും കണ്ടുപിടിക്കണം. ഇത്രയും ക്ലിയർ ആയോ? ഇത്ര ക്ലിയർ ആയോ? ഇത്ര ചെയ്യാനുള്ള ആരെങ്കിലും ഉണ്ടോ? ഇത്ര കിട്ടിയോ? റോഡിൻ്റെ ചെക്കാണ് ചെയ്തത്. റോഡെന്ന് പറയുന്ന പാർട്ടിൻ്റെ ചെക്കാണ് ചെയ്തത്. 6 ഫോർമുലയുണ്ട്. ഫോർമുല 1 by 1 എടുക്കുക, അതിനകത്തുള്ള ഡയമെൻഷൻസ് കൊടുക്കുക, അതിനകത്തുള്ള സിഗ്മ കണ്ടുപിടിക്കുക, തന്നിരിക്കുന്ന സിഗ്മയായിട്ട് കമ്പയർ ചെയ്യുക. ലെസ് ദാൻ ആണെങ്കിൽ സേഫാണ്. ഇത്രയും കിട്ടിയോ? അടുത്തത് എന്ത്? സോക്ക് പറയട്ടെ. അടുത്ത എന്താ? സോക്കറ്റിൻ്റെ ചെക്ക്. സോക്കറ്റിൻ്റെ ആദ്യത്തെ ഫോർമുല എന്തുവാ? പേജ് നമ്പർ 67 ആണ്. സോക്കറ്റിൻ്റെ ആദ്യത്തെ ഫോർമുല എന്തുവാ? സോക്കറ്റ് പേജ് നമ്പർ 67. സോക്കറ്റിൻ്റെ ആദ്യത്തെ ഫോർമുല എന്തുവാ? resistance of the socket end through the quarter hole. ആ ഒരു ലൈൻ എഴുതുക. അതിനുശേഷം എന്ത് എഴുതുക? പി ഇസിക്കൽ ടു ആ ഫോർമുല എടുത്ത് എഴുതുക. പി ഇസിക്കൽ ടു π/4 d1 square minus small d1 square minus of d1 minus small d1 t into sigma t. ഇതിനകത്ത് നമ്മൾ എന്ത് ചെക്ക് ചെയ്യുക? d1 ഉണ്ട്, സ്മോൾ d1 ഉണ്ട്, ഈ d1 ഉണ്ട്, സ്മോൾ d1. നമുക്ക് എന്ത് ചെക്ക് ചെയ്യുക? സിഗ്മ ടിയുടെ വാല്യൂ ചെക്ക് ചെയ്യുക. സിഗ്മ ടിയുടെ വാല്യൂ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ എത്ര അടിക്കണം? 40 MPa അടിക്കണം. കണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന്? തൊട്ടടുത്തടുത്തുള്ള ഫോമുല എടുത്തെടുത്ത് പോയാൽ മതി, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിനകത്ത്. നമ്മൾ റോഡിൻ്റെ കഴിഞ്ഞു. അടുത്ത സോക്കറ്റിൻ്റെ ഹെഡിങ് എടുക്കും. സോക്കറ്റിൻ്റെ ഹെഡിങ് പേജ് നമ്പർ 67. അതിനകത്ത് ആദ്യത്തെ ഫോർമുല ഏതാണെന്ന് വെച്ചാൽ ആ ഫോർമുല എടുക്കുന്നു. ആ ഫോർമുലക്കകത്ത് അറിയാവുന്ന ഡേറ്റ ഇട്ട് കൊടുക്കുന്നു, സിഗ്മ കണ്ടുപിടിക്കുന്നു. ആ സിഗ്മ നമ്മൾ ചെക്ക് ചെയ്യുന്നു. എത്ര ഇട്ട് അവിടെ സിഗ്മ ടിയുടെ വാല്യൂ?
ചെയ്യുന്നുണ്ടോ? പെൻഡിങ് ഉണ്ട്. കിട്ടിയോടാ സിഗ്മാറ്റിയുടെ വാല്യൂ ഓൾമോസ്റ്റ് 17 to 19 കിട്ടും ആൻസർ. ഓക്കെ, തൊട്ട് അടുത്ത ഫോമിൽ എന്തുവാ? തൊട്ടടുത്ത ഫോമിൽ എന്തുവാ? Resistance of quarter and socket end to crushing. റെസിസ്റ്റൻസ് ഓഫ് കോട്ടർ ആൻഡ് സോക്കറ്റ് എൻഡ് ടു ക്രഷിങ്. അതെടുത്ത് എഴുതുക. അടുത്ത ഫോമിൽ പി ഇസിക്കൽ ടു ക്യാപിറ്റൽ ഡി മൈനസ് സ്മോൾ d1 ഇൻറ്റു ടി ഇൻറ്റു സിഗ്മ സി. പി അറിയാം, ഡി അറിയാം, d1 അറിയാം, ടി അറിയാം, സിഗ്മ സി കണ്ടുപിടിക്കുക. വിച്ച് ഷുഡ് ബി ലെസ് ദാൻ എത്ര ആയിരിക്കണം? 80 ആയിരിക്കണം. സാർ ആ പറഞ്ഞോ. സാർ നേരത്തെ വിളിച്ചായിരുന്നു, നെറ്റ് കട്ടായി പോയായിരുന്നു. എവിടെ നെറ്റ് പോയേ? അല്ല, ഞാൻ ഇപ്പൊ ഇവിടം വരെ എത്തി, മറ്റേ റെസിസ്റ്റൻസ് ഓഫ് ക്വാർട്ടർ ആൻഡ് സോക്കറ്റ് ചെയ്തോണ്ടിരിക്കും. ആ അപ്പോൾ അത് ചെയ്തു. ഇനി അടുത്ത ഫോർമുല എന്തുവാ? അല്ല, അതാ സാർ രണ്ടാമത്തെ റെസിസ്റ്റൻസ് ഓഫ് ക്വാർട്ടർ ആൻഡ് സോക്കറ്റ് ഇൻ ടു ക്രഷിംഗ്. അത് എടുക്കുക. അതെടുത്തിട്ട് നീ പി ഉണ്ട്, ഡി ഉണ്ട്, d1 ഉണ്ട്, ടി ഉണ്ട്, സിഗ്മ സി കണ്ടുപിടിക്കുക. വിച്ച് ഷുഡ് ബി ലെസ് ദാൻ എത്ര ആയിരിക്കണം? 80 കണ്ടുപിടിക്കുക. സെയിം മെത്തേഡ് അടുത്തടുത്തുള്ള ഫോർമുലാസ് എടുത്തെടുത്ത് ചെയ്ത് പോയാൽ മതി. ഇത്ര തൊട്ട് സിഗ്മ സിയുടെ വാല്യൂ ചെയ്തവർ പറയുക. 76.80. ഓക്കെ. എല്ലാവർക്കും കിട്ടിയോ ഇവിടുന്ന് ഈ ഫോമിലേക്കകത്തുള്ള സിഗ്മ സി? കിട്ടേ പറയണേ, നമുക്ക് തീർക്കണം, പെട്ടെന്ന് ഇത് പ്രോബ്ലം തീർന്ന് ഈ ഒരു പ്രോബ്ലം മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ മെത്തേഡിൽ തന്നെയാണ് ക്രക്കിൾ ജോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ ഞാൻ പറഞ്ഞു തരത്തേ ഉള്ളൂ, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത ഫോമിൽ എന്തുവാ? ഇത് അടുത്ത ഫോമിൽ എന്തുവാ? ഷിയറിംഗ് ഉണ്ട്, രണ്ടെണ്ണം ചെയ്യണം. ഷിയറിംഗ് റെസിസ്റ്റൻസ് ഓഫ് സോക്കറ്റ് എൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് കോളർ. അപ്പോൾ പി ഇസിക്കൽ ടു 2 ഇൻറ്റു ക്യാപിറ്റൽ ഡി മൈനസ് സ്മോൾ ഡി d1 ഇൻറ്റു എൽ ഇൻറ്റു ടോഡാഷ്. ഇതിനകത്ത് ടോഡാഷ് ചെക്ക് ചെയ്യണം. ഷുഡ് ബി ലെസ് ദാൻ 32 ആയിരിക്കണം. പിന്നെ അടുത്തൊരു ഫോർമുല എന്ന് പറയുന്നത് ഷിയർ റെസിസ്റ്റൻസ് ഓഫ് സോളിഡ് റോഡ് ഫ്രം സോക്കറ്റ് എൻഡ്. അവിടെ പി ഇസിക്കൽ ടു പൈ ഡി ടി ടു ടോഡാഷ്. ഇവിടെ ടോഡാഷ് ചെക്ക് ചെയ്യുന്ന ലെസ് ദാൻ 32 ആയിരിക്കണം. ഇത്രയും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സോക്കറ്റ് കംപ്ലീറ്റ് ചെയ്യും. സോക്കറ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ, ഇത്രയും ഫോർമുലാസ്. സാർ അതിനകത്ത് ഡയമീറ്റർ ഓഫ് സോക്കറ്റ് എൻഡ് എന്ത് സാർ അത് ചെയ്യണം സാർ? ഏതാണ്? d less than greater than or equal to 2d1. അത് വേണ്ട, ഡയമീറ്റർ സോക്കറ്റ് എൻഡ് ഉണ്ട്. അത് വേണ്ട. നമ്മൾ സ്ട്രെസ് മാത്രം ചെക്ക് ചെയ്യുക. ഡി ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെന്താ?
2 ടോ ഡാഷ് കിട്ടിയെങ്കിൽ പറയണേ. സോക്കറ്റ് തീർന്ന പിന്നെ അടുത്തോ കിടക്കുന്നേ? ഡിസൈൻ ഓഫ് ക്വാർട്ടറിൻ്റെ ചെക്ക് ചെയ്യുക. ഫസ്റ്റ് ഫോമിൽ എന്തുവാ? കണ്ടോ? ഇതല്ലേ ഫസ്റ്റ് ഫോമില? ഇതാണോ ഫസ്റ്റ് ഫോർമുല? ഇതാണോ? പി ഉണ്ട്, ബി ഉണ്ട്, ടി ഉണ്ട്. ടോ ചെക്ക് ചെയ്യുക, ലെസ് ദാൻ 32 ആയിരിക്കണം. സെക്കൻഡ് ഫോർമുല എന്ന് പറയുമ്പോഴത്തേന് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ആണ്, ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ ആണ്. പി ഈക്വൽ ടു 4/3 ടി ബി സ്ക്വയർ സിഗ്മ ബി ബൈ ക്യാപിറ്റൽ ഡി ആണ്. ഇതിനകത്തോട്ട് നമ്മൾ സിഗ്മ ബി കണ്ടുപിടിക്കണം. ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ എത്ര ആയിരിക്കണം? 40 ആയിരിക്കണം. കണ്ടോ? ഇത്രേ ഉള്ളൂ. 2 ഫോർമുലകൾ 2 ചെക്ക് ചെയ്യുക. 2 ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയുക. അത്രേ ഉള്ളൂ. നമുക്ക് ഇതുകൊണ്ട് മൈൻഡ് എങ്ങനെ പഠിച്ചത്? ഫസ്റ്റ് ഫോമുല എടുത്തിട്ട് അതിനകത്തൊരു ഡയമീറ്റർ കണ്ടുപിടിച്ചു. ഈ ഡയമീറ്ററിനെ ബേസ് ചെയ്തിട്ട് ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് എല്ലാം ഉണ്ട്. D1, ടി, ഡി, സി എല്ലാം കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ള ഫോർമുലാസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു ഈ എല്ലാം ചെക്ക് ചെയ്യും, സ്ട്രെസ്സസ് എല്ലാം ചെക്ക് ചെയ്യുന്നത്. അതേ പ്രൊസീജിയർ തന്നെയാണ് ക്നക്കിൾ ജോയിൻറ്റ് ചെയ്യുന്നത്. ക്നക്കിൾ ജോയിൻറ്റിൻ്റെ പേജ് നമ്പർ കണ്ടോ? പേജ് നമ്പർ 67 നോക്കി. പേജ് നമ്പർ 67 നോക്കി. പേജ് നമ്പർ 67 നോക്കി. പേജ് നമ്പർ 60. ആ പറഞ്ഞോ. അപ്പൊ ഇവിടെ ഈ ലാസ്റ്റ് സിഗ്മ ബി വരെ കണ്ടുപിടിച്ചിട്ടില്ല, അവിടെ നിർത്തിയാൽ മതി, അത്രേ ഉള്ളോ? ലാസ്റ്റ് എഴുതണം. അത്രേ ഉള്ളൂ. സിഗ്മ ബി കണ്ട് സിഗ്മ ബിയുടെ വാല്യൂ എന്തുവാ? ലെസ് ദാൻ 40 അല്ല. അതുകൊണ്ട് ആ ഒരു ഡിസൈൻ സേഫ് അല്ലെന്ന് എഴുതാം വേണമെങ്കിൽ. പിന്നെ അടുത്തത് നക്കിൾ ജോയിൻറ്റിൻ്റെ പേജ് നമ്പർ 67 നോക്കി. ഇപ്പോൾ ക്വാർട്ടർ ജോയിൻറ്റ് എന്ത് കണ്ടുപിടിച്ചത്? ഫസ്റ്റ് ഫോമിൽ ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? ഡയമീറ്റർ ഉണ്ട്. ആ ഡയമീറ്ററിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? അദർ പാരാമീറ്റർ കണ്ടുപിടിക്കുന്നത്. പിന്നെ സെക്കൻഡ് ഫോർമുല മുതൽ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഉള്ള ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചെക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെയും ചെയ്യുന്നത്. ഫസ്റ്റ് പേജ് നമ്പർ 67 ഫസ്റ്റ് ഫോർമുല ഏതാണ്? ഫസ്റ്റ് ഫോർമുല പി ഈക്വൽ ടു π/4 ഡി സ്ക്വയർ ഇൻറ്റു സിഗ്മ ടി. കണ്ടോ? ഈ ഒരു ഫോർമുല യൂസ് ചെയ്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? ഡയമീറ്റർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഡയമീറ്റർ ഓഫ് റോഡ് കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് പേജ് നമ്പർ 68 നോക്കി. പേജ് നമ്പർ 68 നോക്കി. പേജ് നമ്പർ 68 കുറേ പാരാമീറ്റർ കിടക്കുന്നുണ്ട് ടേബിളിനകത്ത്. S-S1, എഫ്, ഡെൽറ്റ, സി, ഇ, ജി. കണ്ടോ? അതെല്ലാം കണ്ടുപിടിക്കണം. എൽ, ഡി, എ, ക്യാപിറ്റൽ എൽ, ക്യാപിറ്റൽ L1, കുറേ കാര്യം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കണ്ടുപിടിക്കാമല്ലോ. അതെല്ലാം എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ഈ ഡയമീറ്ററിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ രണ്ടാമത്തെ ഫോർമുല എടുക്കുക. രണ്ടാമത്തെ ഫോർമുല ഏതാ? നക്കിൾ ജോയിൻറ്റ് രണ്ടാമത്തെ ഫോർമുല ഏതാ? പി ഈക്വൽ ടു 2a d2 സിഗ്മ ടി. ഇതിനകത്തൊരു സിഗ്മ ടി കണ്ടുപിടിക്കുക, ചെക്ക് ചെയ്യുക. അടുത്തത് പി ഈക്വൽ ടു π/4 d1 സ്ക്വയർ ടോ ഇൻറ്റു 2. അതിനകത്തോട് ചെക്ക് ചെയ്യുക. അങ്ങനെ ഓരോ ഫോർമുല എടുത്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് സ്ട്രെസ്സസ് ചെക്ക് ചെയ്ത് സേഫ് ആണോ എന്ന് നോക്കുക. ക്ലിയർ ആയോ പറഞ്ഞത്? പറഞ്ഞേ?
അപ്പോൾ നമ്മൾ ഫസ്റ്റിലത്തെ ഫോമിൽ ബേസ് ചെയ്ത് ഡയമീറ്റർ കണ്ടുപിടിക്കുക. ആ ഡയമീറ്ററിനെ ബേസ് ചെയ്ത് അതർ പാരാമീറ്റർ കണ്ടുപിടിക്കുക. ആ അതർ പാരാമീറ്റേഴ്സ് എല്ലാം നമ്മുടെ രണ്ടാമത്തെ ഫോമിൽ മുതൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഓരോ സ്ട്രെസ്സ് നമ്മൾ ചെക്ക് ചെയ്യുക, സേഫ് ആണോ അല്ലയോ എന്ന് ഓരോ സ്ട്രെസ്സ് ചെക്ക് ചെയ്യുക. ക്ലിയർ ആണോ പറഞ്ഞത്? ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? എന്താ കേൾക്കാൻ വയ്യടാ. അതിന്റെ ലാഗ് വരുന്നു.